പാലാ രൂപതയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നിന്ന് ശിവലിംഗവും ക്ഷേത്രാവശിഷ്ടങ്ങളും കണ്ടെത്തിയതിൽ പ്രതികരണവുമായി ബി.ജെ.പി. നേതാവ് പി.സി. ജോർജ് രംഗത്തെത്തുകയുണ്ടായി. പാലാ രൂപതയുടെ ഭൂമിയിൽ ശിവലിംഗം കണ്ടെത്തിയ സംഭവം മുതലെടുപ്പ് നടത്താനായി മീഡിയ വണ്ണും ജമാഅത്തെ ഇസ്ലാമിക്കാരും കാത്തു നിൽക്കേണ്ടതില്ലെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമായി പരാമർശിച്ചു. അത് സംബന്ധിച്ച കാര്യങ്ങൾ 3 ദിവസം മുൻപ് തന്നെ സംസാരിച്ച് തീരുമാനമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: പാലാ രൂപതയുടെ ഭൂമിയിൽ ശിവലിംഗം കണ്ടെത്തിയ സംഭവം മുതലെടുപ്പ് നടത്താനായി മീഡിയ വണ്ണും ജമാഅത്തെ ഇസ്ലാമിക്കാരും ഒരിക്കലും കാത്തു നിൽക്കേണ്ടതില്ല. അത് സംബന്ധിച്ച കാര്യങ്ങൾക്ക് 3 ദിവസം മുൻപ് തന്നെ സംസാരിച്ച് തീരുമാനമാക്കുകയും ചെയ്തിട്ടുണ്ട്. പാലാ രൂപതയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ കപ്പ കൃഷിക്കായി JCB ഉപയോഗിച്ച് നിലം ഉഴുതുമറിക്കുന്നതിനിടയിൽ മണ്ണിനിടയിൽ നിന്നും ശിവലിംഗവും സോപാന കല്ലുമാണ് കണ്ടെത്തിയിരുന്നത്. ഈ സംഭവം നടന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയോളമാകുന്നു. അതെന്ത് ചെയ്യണമെന്ന് സംബന്ധിച്ച് 3 ദിവസം മുൻപ് പാലാ രൂപത അധികൃതരും വെളപ്പാട് ഭഗവതി ക്ഷേത്ര ഭാരവാഹികളും ചേർന്ന് സംസാരിച്ച് തീരുമാനത്തിൽ എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനമായി ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വൺ ചാനൽ സംഭവമറിഞ്ഞ് ആ സ്ഥലത്ത് എത്തുകയും ക്ഷേത്ര സമിതിയുടെ അവകാശവാദത്തെ പാലാ രൂപത നേതൃത്വം തള്ളി എന്നൊക്കെ വളച്ചൊടിച്ച് റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള ശ്രമത്തിന് തുടക്കമിടുകയും മറ്റു മാധ്യമങ്ങൾ എന്തോ ഒരു വലിയ സംഭവം പോലെ അത് ഏറ്റെടുക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൂത്താപ്പാടി ഇല്ലം വക തണ്ടലത്ത് മഹാദേവ ക്ഷേത്രം എന്ന പേരിലുള്ള ഒരു ശിവക്ഷേത്രം ആ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ഇല്ലം ക്ഷയിച്ചതോടെ ക്ഷേത്രം തകർച്ചയിലേക്ക് പോവുകയും പിന്നീട് അന്യാധീനപ്പെട്ടു പോയ ഭൂമി പല ഉടമകളാൽ കൈമാറ്റം ചെയ്യപ്പെട്ട് ഇപ്പോൾ പാലാ രൂപതയുടെ ഉടമസ്ഥതയിലാവുകയും ചെയ്തു. ഭൂമിയിൽ നിന്നും ശിവലിംഗം ലഭിച്ച കാര്യം സമീപവാസികളായ ക്രൈസ്തവർ തന്നെയാണ് ക്ഷേത്ര ഭാരവാഹികളെ പ്രധാനമായും അറിയിച്ചത്. പിന്നീട് അവർ സ്ഥലത്തെത്തുകയും കേട്ടറിഞ്ഞ വിശ്വാസികൾ അവിടെ എത്തി ശിവലിംഗത്തെ വണങ്ങുകയും പൂജിക്കുകയും എല്ലാം ചെയ്തു. ഇത്തരം വിഗ്രഹങ്ങളും ശിവലിംഗങ്ങളും മണ്ണിൽ നിന്നും മറ്റും ലഭിക്കുമ്പോൾ അവയെ ഹൈന്ദവ വിശ്വാസികൾ ആരാധനയോടെ കാണുകയും പൂജിക്കുകയും ചെയ്യുക എന്നത് ശരിക്കും സ്വാഭാവികമാണ്. ഈ കാര്യത്തെയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ എന്തോ വലിയ ഹിന്ദു ക്രിസ്ത്യൻ പ്രശ്നം പോലെ വളച്ചൊടിച്ച് ചിത്രീകരിക്കുന്നത്. ഈ സംഭവം വാർത്തയായതോടെ ക്ഷേത്ര ഭാരവാഹികളും പാലാ രൂപത നേതൃത്വവുമായി സംസാരിക്കുകയും ശിവലിംഗം കണ്ടെത്തിയ സാഹചര്യത്തിൽ അത് സംബന്ധിച്ച് ദൈവപ്രശ്നം നടത്തി അതിൽ എന്താണോ ലഭിക്കുന്നത് അതനുസരിച്ച് കാര്യങ്ങൾ നീക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ദൈവപ്രശ്ന വിധി പ്രകാരം ആ ശിവലിംഗവും സോപാന കല്ലുകളും ഏറ്റെടുത്ത സമീപത്തെ ക്ഷേത്രത്തിൽ സ്ഥാപിക്കുവാനാണെങ്കിൽ, അല്ലെങ്കിൽ അതല്ല ശിവലിംഗം ലഭിച്ച് ആ ഭൂമിയിൽ അവിടെ തന്നെ സ്ഥാപിക്കുവാനാണ് ദൈവപ്രശ്നത്തിൽ തെളിയുന്നതെങ്കിൽ അതുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുവാൻ പാലാ അരമന സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് യാതൊരുവിധ തർക്കങ്ങളും ഇല്ലെന്ന് പാലാ അരമനയും ക്ഷേത്ര സമിതിയും പോലീസിനെയും റവന്യൂ അധികാരികളെയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പാലാ രൂപതയുടെ ഭൂമിയിൽ ശിവലിംഗം കിട്ടിയെന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിലടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും മീഡിയ വണ്ണും പോലുള്ളവരും ഇത് വെച്ച് മുതലെടുപ്പ് നടത്താമെന്ന് കരുതിയിരിക്കുന്ന രാജ്യദ്രോഹികളും രാഷ്ട്രീയക്കാരും വെറുതെ സമയം പാഴാക്കേണ്ടതില്ലെന്നാണ് അറിയിക്കുന്നത്. അതുപോലെ വിഗ്രഹങ്ങളും ക്ഷേത്രാവശിഷ്ടങ്ങളും കണ്ടെടുത്ത സ്ഥലത്ത് വെളപ്പാട് ഭഗവതി ക്ഷേത്ര ഭാരവാഹികൾ പൂജയും പ്രാർത്ഥനയും നടത്തിയിരുന്നു. വിഗ്രഹം കണ്ടെടുത്ത സ്ഥലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്ഷേത്രവും ആരാധനയും നടന്നിരുന്നതായി ക്ഷേത്ര ഭാരവാഹികൾ പ്രധാനമായും പറയുന്നത്. തണ്ടളത്ത് തേവരുടെ ശിവലിംഗം അടക്കമാണ് കണ്ടെത്തിയിരിക്കുന്നതെന്നും ഇവർ പറയുന്നു. കൂത്താപ്പടി ഇല്ലം വകയായിരുന്ന ക്ഷേത്രം ഇല്ലം ക്ഷയിച്ചതോടെ അന്യാധീനപ്പെടുകയായിരുന്നുവെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഹൈന്ദവ ആചാരമനുസരിച്ച് വിഗ്രഹം മാറ്റി സ്ഥാപിക്കുന്നതിന് സഹായം ചെയ്യുമെന്ന് പാലാ രൂപത വ്യക്തമാക്കുന്നുണ്ട്. വിഗ്രഹങ്ങൾ കണ്ടെത്തിയ സ്ഥലത്ത് വിശ്വ ഹിന്ദു പരിഷത്ത് നേതാക്കൾ ഉൾപ്പെടെ സന്ദർശനം നടത്തിയിരുന്നു. നേരത്തെ പലതവണ കൈമറിഞ്ഞ ഈ ഭൂമി വെട്ടത്ത് കുടുംബം എന്ന കുടുംബത്തിൽ നിന്നാണ് പാലാ അരമന വാങ്ങിയതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്.